ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എക്സസൈസ് 4.3യുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. 1120 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ വരെയുള്ള കണക്കാണ് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ അടുത്ത പേജ്, അതായത് പേജ് നമ്പർ 77 ആണ്. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ച് കണ്ടോണം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി എന്തോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. ഫാക്ടർ യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റി, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാനാണ് അല്ലേ. അപ്പുറത്ത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയായിരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിനെ ഫാക്ടറൈസ് ചെയ്യണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് അതിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റീസ് മറക്കല്ലേ. ആ ഐഡൻറ്റിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല. അപ്പോൾ ആ ഐഡൻറ്റിറ്റി നമുക്കൊന്നെടുത്ത് മുമ്പിലോട്ട് വയ്ക്കാം. ഇതേ നമ്മുടെ ഐഡൻറ്റിറ്റി കിടക്കുന്നു. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റിയും കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഇങ്ങനത്തെ അതിൻ്റെ ഫാക്ടേഴ്സ്, അതായത് എക്സ്പാൻഷൻ തന്നിട്ട് നേരെ ഈ ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു വരാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടോ, ഫാക്ടർ യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ സഹായിക്കുന്ന ഐഡൻറ്റിറ്റി എടുത്തവിടെ വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്തെ ഫസ്റ്റ് പാർട്ട് എഴുതുകയാണ്. എന്താണ് ക്വസ്റ്റ്യൻ? 16y സ്ക്വയർ മൈനസ് 24y പ്ലസ് 9. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ, ഈ അറ്റത്തും കിടക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നോക്കി. 4ൻ്റെ സ്ക്വയർ ആണ് 16, 3ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. എന്നിട്ട് നമ്മൾ ആ നടുക്കത്തെ നമ്പറിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കി. ഇതുണ്ട്, ഈ 16ൻ്റെ റൂട്ട് എടുത്താൽ 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. ഇതിലെ ഈ സ്ക്വയർ ഒഴികെ ഈ ബേസ് നമ്പേഴ്സ് രണ്ടും 2 × 4 × 3. ഈ 4ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 2s are 8 3s are 24. അതല്ലേ ഇതാ ഈ നടുക്ക് കിടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിനി സംശയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്തോ ചെയ്യണം? 4y ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഹോൾ സ്ക്വയർ ആണ് 4y ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ 9നെ 3 സ്ക്വയർ എന്നങ്ങ് എഴുതണം. കണ്ടോ, 3 സ്ക്വയർ എന്ന് എഴുതി. ഇവിടെ മൈനസ് കിടന്നു, നമ്മൾ മൈനസ് ഇട്ടു. 2 അവിടെ കിടപ്പുണ്ട്. 2 × 4y. ഇതേണ്ട 4y ഇവിടെ കിടക്കുന്നു. 2 × 24 എഴുതിയിരിക്കുന്നത് 24y ആണ്. അപ്പോൾ അതിന് നമ്മൾ 2 × 4y × നമ്മുടെ തന്നെ 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. 4 2s are 8 3s are 24y തന്നെയല്ലേ കിടക്കുന്നത്. കഴിഞ്ഞു നമ്മുടെ ജോലി. ഇതിനെ നമ്മൾ ഇനി എന്തോ ചെയ്യണം? ഇത് ഓഫ് ദ ഫോം ഏതാണ്? എ സ്ക്വയർ മൈനസ് 2 × a × b പ്ലസ് ബി സ്ക്വയർ ആണ്. അതെന്തിൻ്റെ എക്സ്പാൻഷനാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. എന്ന് എഴുതണ്ട, മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്താ കിടക്കുന്നത്? 4y ആണ്. അപ്പോൾ 4y മൈനസ് ബിയുടെ സ്ഥാനത്ത് ബിയുടെ സ്ക്വയർ ആയി കിടക്കുന്നത്. ബിയുടെ സ്ഥാനത്ത് എത്ര? 3. 4y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. കണ്ടോ. അപ്പോൾ നമുക്ക് ഈ 4y എ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? a × a എന്ന് എഴുതാവുന്ന പോലെ. വേണമെന്നുണ്ടെങ്കിൽ 4y മൈനസ് 3 ദ ഹോൾ സ്ക്വയറിനെ ഫാക്ടേഴ്സ് ആയിട്ട് രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒരുപോലെ 4y മൈനസ് 3 × 4y മൈനസ് 3 എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെ 4y മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും നമുക്ക് ആവശ്യത്തിനുള്ള ആൻസറായി. റെഡിയാണല്ലോ, സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ആദ്യം നോക്കണ്ടേ? നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പാൻഷനകത്ത് ഈ രണ്ടറ്റത്തും കിടക്കുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കണം. 16 എന്തിൻ്റെങ്കിലും സ്ക്വയർ ആണ്, തീർച്ചയായിട്ടും 4y സ്ക്വയർ ആണ് 16y സ്ക്വയർ എന്ന് പറഞ്ഞത്. 9 3യുടെ സ്ക്വയർ ആണ്. പിന്നെ നമ്മൾ നോക്കണ്ടേ ഈ മിഡിൽ ടേമിനെ എങ്ങനെ എഴുതാം? ഈ രണ്ടിൻ്റെയും സ്ക്വയർ റൂട്ടായിട്ട് വരുന്ന നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നടുക്കത്തെ കിടക്കുന്നതെങ്കിൽ അത് ഏത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. അതിനെ നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ അവിടെ ചെയ്യണ്ടേ. ശരിയാണല്ലോ, റെഡിയല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കുക. ചിലയിടത്ത് ഫ്രാക്ഷനൊക്കെ വരും, നമ്പർ നോക്കി ചെയ്യണം. നമുക്ക് അടുത്ത നമ്പർ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. 9/4s സ്ക്വയർ പ്ലസ് 6st പ്ലസ് 4t സ്ക്വയർ. 3 ടേം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ടേം ആയിരിക്കും. അപ്പോൾ 2 നമ്പറിൻ്റെ സ്ക്വയർ ടേംസ് ആയിട്ട് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തേതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. രണ്ടാമത്തേതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 9/4s സ്ക്വയർ പ്ലസ് 6s
ഇൻറ്റു ടി എസ് ടി പ്ലസ് 4t². ആദ്യം നമ്മൾ കൺഫേം ആക്കി എടുക്കേണ്ട എന്താണ്, ഈ രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ? തീർച്ചയായിട്ടും 9 എന്ന് പറഞ്ഞാൽ 3യുടെ സ്ക്വയർ ആണ്, 4 2ൻ്റെ സ്ക്വയർ ആണ്, എസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 3/2 എസിൻ്റെ മൊത്തം സ്ക്വയർ എന്ന് ചെയ്ത് നോക്കിയേ. 3യുടെ സ്ക്വയർ 9, എസിൻ്റെ സ്ക്വയർ എസ് സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4 ആണല്ലോ. പ്ലസ് അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ലാസ്റ്റ് നമ്പറിനെ ഒന്ന് നോക്കാം. 4t². 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആണ്. 2t ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? ശരിയാണോ നോക്കിയാൽ. 2ൻ്റെ സ്ക്വയർ 4, ടിയുടെ സ്ക്വയർ t². ഇനി നമുക്ക് ഈ നടുക്കത്തെ നമ്പറിനെ എങ്ങനെ എഴുതണം? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 3/2 എസ് ഇൻറ്റു 3/2 എസ് ഇൻറ്റു സെക്കൻഡ് നമ്പർ 2t. ശരിയാണോ നോക്കിക്കേ. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 3 2s are 6 st. ശരിയല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതാം? a + b ദ ഹോൾ സ്ക്വയർ ആണ്. a² + 2ab + b² ആണ്. അപ്പം എക്ക് പകരം 3/2s പ്ലസ് ബിക്ക് പകരം 2t ദ ഹോൾ സ്ക്വയർ ആയിട്ട് ഫാക്ടറൈസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കണ്ടേ? അപ്പുറം ഇപ്പുറം ഉള്ളത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ആദ്യം ഒന്ന് നോക്കണം. എന്നിട്ട് നടുക്ക് കിടക്കുന്ന നമ്പർ 2 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആണോ എന്നുള്ളത്. ഏതിൻ്റെ സ്ക്വയർ ആയിട്ടാണോ അത് വന്നേ അതിനെ രണ്ടിൻ്റെയും കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നടുക്കത്തെ ടേം കിട്ടുമോ എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. a + b ദ ഹോൾ സ്ക്വയറോ a - b ദ ഹോൾ സ്ക്വയറോ. ഇവിടെ മൈനസ് ആയിരുന്നുകൊണ്ട് നമ്മൾ മൈനസ് ഇട്ട് കൊടുത്തു. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? പ്ലസ് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ കാര്യം. റെഡിയല്ലേ? ഇനി എന്താ തേർഡ് ക്വസ്റ്റ്യൻ കിടക്കുന്നു. കണ്ടിട്ട് തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് m²/9 പ്ലസ് mk ഡിവൈഡഡ് ബൈ 3 പ്ലസ് k²/4 പ്ലസ് 3nk പ്ലസ് 2mn കാണുന്നില്ലല്ലോ. 2mn ഇൻറ്റു അടുത്ത എന്താണ്? 9n² പ്ലസ് 9n². കുറേ ടേം ഉണ്ട് അല്ലേ? കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നമ്മൾക്കറിയാം നമ്മുടെ ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഐഡൻറ്റിറ്റിക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഐഡൻറ്റിറ്റി ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇതാ a + b + c ദ ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് എത്ര ടേംസാണ് ഉള്ളത്? a² + b² + c² + 2ab + 2bc + 2ca. ആകെ 6 ടേംസാണ് ഉള്ളത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്തും ഇപ്പോൾ 6 ടേംസ് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 6 ടേംസ് ഉണ്ട്. അപ്പോൾ അത് a + b + c ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലേക്കാണോ കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 സ്ക്വയർ ടേംസ് ഉണ്ടോയെന്ന് നോക്കി. എമ്മിൻ്റെ സ്ക്വയർ m², 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു സ്ക്വയർ ടേം കിട്ടി. ഇനി k²/4 കെയുടെ സ്ക്വയർ k², 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അവിടെയും റെഡിയാണ്. ഇവിടെ നോക്കാം 9n², 3nൻ്റെ മൊത്തം സ്ക്വയർ ആണ്. അപ്പം a + b + c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ആദ്യം നമുക്കതിനെ ചെയ്ത് നോക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്ക്വയർ ടേംസിനെ എല്ലാം എഴുതി. ഞാൻ എമ്മിനെ m/3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, തെറ്റൊന്നും ഇല്ലല്ലോ. m/3 ദ ഹോൾ സ്ക്വയർ, m²/3² 9. ദാണ്ട് ഇതിനെ ഞാൻ എഴുതി k/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ദാണ്ട് ഈ ടേമിനെ ഞാൻ ഇങ്ങനെ എഴുതി k/2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? k²/2² 4 ആണല്ലോ. ഇനി എന്തുണ്ട്? ഈ 9n² ഞാൻ പ്ലസ് 3n ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതും തെറ്റൊന്നുമില്ല അല്ലേ? ഇനി എന്ത് ചെയ്യുന്നറിയാം? അതാണ്ട് 2mk. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ mk/3 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ m/3 ഇൻറ്റു k/2. ശരിയാണോ നോക്കിക്കേ. അതുകൊണ്ട് ഈ 2ഉം ക്യാൻസലായി. m ഇൻറ്റു k mk/3 അല്ലേ? റെഡിയാണ്. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഇവന്മാരെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് നോക്കണം. 2 ഇൻറ്റു k/2 ഇൻറ്റു 3n അങ്ങനെ ഒരു ടേം ഉണ്ടോ എന്ന് നോക്കി. 2ഉം 2ഉം വെട്ടിപ്പോയി. 3kn വേണ്ട കിടക്കുന്ന നമ്മുടെ 3kn ഇവിടെ കിടപ്പുണ്ട്. റെഡിയല്ലേ? അതും കിട്ടി.
പ്ലസ് ഇനി എന്തുവാ ചെയ്യേണ്ടത്? രണ്ട് 2kmn ആണുള്ളത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടേംസാണ് ഉള്ളത്? ബി സി എന്നുള്ള ടേം വരുന്ന പോലെ അല്ലേ, 2ab ഇൻറ്റു ബി സി ഇൻറ്റു എ സി എന്നുള്ള ടേമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എം കെ കിട്ടി, അതുപോലെ തന്നെ കെ എൻ കിട്ടി. ഇനി നമുക്ക് എം എൻ എന്നുള്ള ടേം വരണം. അപ്പം 2 ഇൻറ്റു m/3 ഇൻറ്റു പിന്നെന്തോ വരണ്ടേ? 3n. ശരിയാണോ? മൾട്ടിപ്ലൈ ചെയ്താൽ 3യും 3യും വെട്ടിപ്പോയി 2mn എന്ന് പറയുന്നത് ഈ ടേമും ഇവിടെ കിട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. a² b² c² 2ab 2bc 2ca എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് എഴുതാമല്ലോ. a + b + c ദ ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് m/3 + k/2 + 3n ദ ഹോൾ സ്ക്വയർ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം. എന്തൊരു എളുപ്പം, നമ്മുടെ ജോലി കഴിഞ്ഞു. റെഡിയല്ലേ? ശ്രദ്ധിച്ച് ചെയ്യണം. കണക്ക് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ടേമാണ് തന്നിരിക്കുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ അതിനെ എടുക്കാമെന്നൂടെ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആൻസർ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. റെഡിയല്ലേ? ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോ. അതിനകത്ത് 6 ടേമുണ്ട്. 6 ടേമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് ഏതോ 5 ടേമുകളുടെ സമ്മായിട്ട് എഴുതാം. 3 ടേമിൻ്റെ ഹോൾ സ്ക്വയറിനകത്താണ് 6 ടേം വരുന്നത്. അപ്പോൾ a + b + c ദ ഹോൾ സ്ക്വയർ പോലെ എഴുതാൻ പറ്റുമോ? 6 ടേം കണ്ടതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ഇതും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതും സ്ക്വയർ ടേംസ് എല്ലാം ആദ്യം അങ്ങ് നോക്കണം. 9n² എന്ന് പറഞ്ഞാൽ 3nൻ്റെ സ്ക്വയർ ആണ്. പിന്നെ k²/4 എന്ന് പറഞ്ഞാൽ k/2ൻ്റെ സ്ക്വയർ ആണ്. m²/9 എന്ന് പറഞ്ഞാൽ m/3 ദ ഹോൾ സ്ക്വയർ ആണ്. ഇനി നടുക്കത്ത് വരുന്ന ടേം 2ab 2bc 2ca എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എന്താണ്? a + b + c ദ ഹോൾ സ്ക്വയർ ആണ്. മനസ്സിലായി? ചെയ്ത് ഈ ഐഡൻറ്റിറ്റിയൊക്കെ നമുക്ക് നല്ല തിട്ടമാകണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. 4ാമത്തെ ചോദ്യം. നമ്മുടെ 4ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കേ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ 3 ടേമേ ഉള്ളൂ. അപ്പോൾ അത് ഹോൾ സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ a - b ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് എഴുതാൻ പറ്റുമോയെന്ന് പെട്ടെന്ന് നമ്മുടെ തലയ്ക്കകത്ത് ഐഡിയ വരണം. അപ്പോൾ നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കിക്കേ. p²/16 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കി. -2 ഇൻറ്റു 2+ ആണ് 16/p² ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയായാലും ഇതിനെ രണ്ടിനെയും 2 പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാവോ നോക്കി. ഉറപ്പായിട്ട് എഴുതാം. p/4ൻ്റെ ഹോൾ സ്ക്വയർ എന്നെടുത്ത് നോക്കിക്കേ. അതല്ലേ ഈ കിടക്കുന്നത് p²/16 മൈനസ് അവിടെ ഒരു 2 കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ 2നെ അതുപോലെ തന്നെ അവിടെ എഴുതുന്നതിന് മുമ്പ് ഇവനെ കൊണ്ടുപോയി ഒന്ന് എഴുതിക്കേ. 16/p². 16നെ 4/p ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാവോ? ശരിയല്ലേ? 4ൻ്റെ സ്ക്വയർ 16, പിയുടെ സ്ക്വയർ p². ഇനി ഇതിനെ 2 ഇൻറ്റു ab p/4 ഇൻറ്റു 4/p എന്ന് എഴുതാവോ എന്നൊന്ന് ശ്രമിച്ച് നോക്കിക്കേ. വേണ്ട, 4ഉം 4ഉം ക്യാൻസലായി, പിയും പിയും ക്യാൻസലായി, വെറും -2 ഉള്ളൂ. ഇപ്പോൾ ഇത് ഏത് ഫോമില? a² - 2 ഇൻറ്റു a ഇൻറ്റു b + b². എന്തിൻ്റെ എക്സ്പാൻഷനാണ്? a - b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്ക് പകരം p/4 -4/p ദ ഹോൾ സ്ക്വയർ. ഫാക്ടറൈസ് ചെയ്തു, പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അപ്പം നമുക്ക് 3 ടേം കിട്ടിയാൽ 2 ടേം a + b ദ ഹോൾ സ്ക്വയറിൻ്റെ ആണ്. 6 ടേം കണ്ടു കഴിഞ്ഞാൽ അത് a + b + c ദ ഹോൾ സ്ക്വയർ ആണോ എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയുള്ളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ. 1 2 3 4 5 6. അപ്പോൾ തന്നെ ഇത് a + b + c ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കത് കാണുമ്പോഴേ മനസ്സിലാക്കണം. ഇതൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പെർഫെക്ഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനും കൂടെ അങ്ങ് തീർത്തേക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. സിമ്പിളാണ്. എന്തൊക്കെയാണ്? 9a² + 4b² + c² -12ab + 6ac -4bc. കണ്ടോ? ഇത് വേറൊരു തരം ഐഡൻറ്റിറ്റി. ഞാൻ ഇതുകൂടെ അങ്ങ് എഴുതി തരാം. a + b - c ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നറിയാൻ വരുന്നത്? a² + b² +
സി സ്ക്വയർ. പിന്നെ 2ഉം എ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലസ് 2ab ആണ് വരുന്നത്. കണ്ടോ, ബിയും മൈനസ് സിയും കൂടെ വരുമ്പോൾ മൈനസ് 2bc വരും. പിന്നെ എയും മൈനസ് സിയും കൂടെ വരുമ്പോൾ മൈനസ് 2ac വരും. എന്താ, ഇങ്ങനെയും ഒരു ഐഡൻറ്റിറ്റി. മറ്റേ പ്ലസ്സിന് പകരം മൈനസ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ എ മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് മറ്റേതിൻ്റെ മറ്റൊരു രൂപം എന്നുള്ളേ ഉള്ളൂ. അവിടെ ആൻസർ എങ്ങനെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് വേണ്ട എയും മൈനസ് ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2ab. പിന്നെ വേണ്ട മൈനസ് ബിയും മൈനസ് സിയും കൂടെ പ്ലസ് ആകും, അവിടെ വരുമ്പം പ്ലസ് 2bc ആകും. പിന്നെ എയും മൈനസ് എയും കൂടെ മൈനസ് 2ac ആകും. ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റീസിനെ മാറ്റി മറിച്ചൊക്കെ എഴുതാനായിട്ട് പറ്റും. ചിലയിടത്ത് മൈനസ് കൊടുക്കണം, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാ, 9a സ്ക്വയർ പ്ലസ് 4b സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 12ab പ്ലസ് 6ac പ്ലസ് മൈനസ് 4bc. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ, മൈനസ് 4bc. ഇനി അതിനെ സ്ക്വയർ ആക്കുക. ഇതിനെ 3a ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, 9a സ്ക്വയറിനെ. 4നെ 2b ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, 2b ദ ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയി. ഇനി മൈനസ് 12abയെ 2 ഇൻറ്റു 12ന് പകരം 3a ഇൻറ്റു ബിക്ക് പകരം 2b എന്ന് കണ്ടു. ശരിയാണോ? 12abയെ 3 2 6 6 2 12ab. ശരിയല്ലേ? ഇവിടെ പ്ലസ് ആണ്. പ്ലസ് 2 ഇൻറ്റു എയും സിയുമാണ് എഴുന്നേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരണമെന്ന് നമ്മൾ ഓർത്തോണം. 2 ഇൻറ്റു 3a ഇൻറ്റു സി ആണ്. ശരിയല്ലേ? 6ac എന്ന് തന്നെ വരുമല്ലോ. മൈനസ് 4bc ആണ്. അപ്പോൾ 2 ഇൻറ്റു ബിയും സിയും, അപ്പോൾ ഈ രണ്ട് ടേം വരും. കണ്ടോ, 2b ഇൻറ്റു സി എന്ന് പറയുന്നത് ഇത്രയുമായി. കറക്റ്റ് അല്ലേ? ഇപ്പോൾ എല്ലാം ആ ഒരു ഫോമിലായി. അപ്പോൾ അത് എന്തിൻ്റെ ഐഡൻറ്റിറ്റി, ഏത് ഐഡൻറ്റിറ്റിയുടെ ആയിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ab പിന്നെ പ്ലസ് 2bc മൈനസ് 2ac. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? എ മൈനസ് ബി മൈനസ് ഡി ഐഡൻറ്റിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്ക് പകരം 3a മൈനസ് 2b മൈനസ് സി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്കതിനെ എഴുതാൻ പറ്റും. ഈ സൈൻ ഇടുന്നൊന്നും പ്രയാസമില്ല. നമ്മൾ വേണ്ടി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും. ഇതുപോലെ അങ്ങ് എടുത്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ചെയ്യാൻ പറ്റും. കഴിഞ്ഞല്ലോ. ഇനി എന്താണ്? എക്സ്പാൻഡ് ദ ഫോളോയിങ് യൂസിങ് ദ ഐഡൻറ്റിറ്റി എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca വെച്ച് നമുക്ക് എഴുതണം. എന്താ? p പ്ലസ് 3q പ്ലസ് 7r ദ ഹോൾ സ്ക്വയർ. വെരി സിമ്പിൾ. 3q പ്ലസ് 7r 3q പ്ലസ് 7r ദ ഹോൾ സ്ക്വയർ. ഏത് ഫോമില? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. ആദ്യം എയുടെ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ 3qൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ ചെയ്യണേ, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ പ്ലസ് 7rൻ്റെ സ്ക്വയർ അല്ലേ, പ്ലസ് 2ab 2 ഇൻറ്റു പി ഇൻറ്റു 3q പ്ലസ് 2bc 2 ഇൻറ്റു 3q ഇൻറ്റു 7r പ്ലസ് 2ac 2 ഇൻറ്റു പി ഇൻറ്റു 7r. കണ്ടോ, ഇത് എ ബി എ സി. അപ്പോൾ 2ab ഇത് 2ab 2bc 2ca. ഇത്രയേ ഉള്ളൂ. പിയുടെ സ്ക്വയർ എത്ര? പി സ്ക്വയർ പ്ലസ് ആൻഡ് 3qൻ്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ 9 qൻ്റെ സ്ക്വയർ q സ്ക്വയർ പ്ലസ് 7rൻ്റെ സ്ക്വയർ 7 7s are 49 rൻ്റെ സ്ക്വയർ r സ്ക്വയർ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 2 3s are 6 പ്ലസ് 6pq പ്ലസ് ഇത് മൾട്ടിപ്ലൈ 2 3s are 6 6 7s are 42 42qr പ്ലസ് 2 7s are 14pr പ്ലസ് 14pr. ഇത്രയുള്ള കാര്യം. കണ്ടോ, സിമ്പിൾ അല്ലേ? എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ വെച്ച് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അടുത്തത് നോക്കിക്കേ, 3x മൈനസ് 2y പ്ലസ് 4z 3x minus 2y plus 4z the whole square. a minus b plus c the whole square. ആദ്യം മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴെല്ലാം പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് വരുന്നത്? 3xൻ്റെ സ്ക്വയർ പ്ലസ് 2yയുടെ സ്ക്വയർ പ്ലസ് 4zൻ്റെ സ്ക്വയർ.
അതെല്ലാം അങ്ങ് കഴിഞ്ഞു. ഇനി നോക്കിയാൽ ഇവിടെ ഒരു പ്ലസ്സും ഒരു മൈനസും ആണ്. അപ്പം നമ്മൾ -2 ഇൻറ്റു AB 3x ഇൻറ്റു 2y. പിന്നെ വീണ്ടും നോക്കിയാൽ ഇത് രണ്ടും കൂടെ വരുമ്പോഴും ഒരു മൈനസും പ്ലസും കൂടെ ഇല്ലയോ? ഓപ്പോസിറ്റ് ഗുണിക്കുമ്പോൾ നമുക്ക് മൈനസ് അല്ലേ കിട്ടുന്നത്? -2 ഇൻറ്റു 2y ഇൻറ്റു 4z പ്ലസ്, ഇനി ഇത് രണ്ടും കൂടെ പ്ലസ്സാണ് വരുന്നത്, അപ്പോൾ പ്ലസ് ഇട്ടു, +2 ഇൻറ്റു 3x ഇൻറ്റു 4z മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. 3xൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ 3 3s are 9x² പ്ലസ് 2yയുടെ സ്ക്വയർ എഴുതി, 2y എന്ന് പറയുമ്പോൾ 2 2s are 4y² പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ എഴുതണേ. 4z എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു അല്ലേ? അപ്പോൾ 4ൻ്റെ 16 ഇസഡിൻ്റെ z² മൈനസ്, ഇനി ഇത് മൾട്ടിപ്ലൈ 2 3s are 6 6 2s are 12xy പിന്നെ ഇത് രണ്ടും കൂടെ 2 2s are 4 4s are 16yz പ്ലസ് 16yz പ്ലസ് ആണോ? അല്ല, മൈനസ് ആണ്. -16yz പ്ലസ് 3 2s are 6 4s are 24xz. ആൻസർ കറക്റ്റായി. A മൈനസ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലസും മൈനസും കൂടെ മൈനസ് ആകും. ഇവിടെ ഒരു മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും മൈനസ് ആകും. ഇവിടെ വരുമ്പോഴത്തേക്ക് 2ac ആണ്, ഇത് രണ്ടും പ്ലസ് സൈനാണ്. അപ്പോൾ അതോടെ കൊണ്ട് നമ്മൾ പ്ലസ് എഴുതി. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ആൻസർ നമുക്ക് എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി എന്തുവാ ഉള്ളത്? തീർന്നോ? ഇല്ല. ഈസ് ദിസ് ആൻ ഐഡൻറ്റിറ്റി? ഇതൊരു ഐഡൻറ്റിറ്റി ആണോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഇതൊരു ഐഡൻറ്റിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഐഡൻറ്റിറ്റി ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എല്ലാം ഒരുപോലാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എന്താ പറഞ്ഞിരിക്കുന്നത്? A plus B plus C the whole square. Is this an identity? Question number 4 ആണ്. ഇത്തിരി ശ്രദ്ധയോടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. A plus B minus C the whole square plus A minus B plus C the whole square plus A minus B minus C the whole square is equal to എന്താണെന്ന് പ്രൂവ് ചെയ്തേക്കുന്നത്? 2a² പ്ലസ് 2b² പ്ലസ് 2c² ആണോ എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് അങ്ങോട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുന്നു. എന്തുവാ? A plus B plus C the whole square. എന്താ? A plus B minus C എല്ലാത്തിൻ്റെ സ്ക്വയർ എഴുതണം. A² പ്ലസ് B² പ്ലസ് C². ആദ്യം എല്ലാത്തിനും പ്ലസ് ആണ്. പ്ലസ് വേണ്ട ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, ഇത് രണ്ടും പ്ലസ് അല്ലേ? അപ്പോൾ നമുക്ക് 2ab എന്നല്ലേ വരത്തുള്ളൂ? 2ab. ഇനിയും പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് അല്ലേ വരത്തുള്ളൂ? അപ്പോൾ -2bc എന്ന് എഴുതി അല്ലേ? ഇനി എന്താ? പ്ലസും മൈനസും കൂടെ വീണ്ടും ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ എന്താ വരും? -2ac എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി എന്താ? ഇതിനെ നോക്കാം. A minus B minus C the whole square is equal to plus A² plus B² plus C². അതിന് മാറ്റമില്ല, എല്ലാം സ്ക്വയറേ വരത്തുള്ളൂ. മൈനസ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ എല്ലാം പ്ലസ് ആകും. ഇനി ഈ എയും മൈനസ് ബിയും കൂടെ വരുമ്പോൾ നമുക്ക് -2ab പിന്നെ മൈനസ് ബിയും സിയും കൂടെ മൈനസും പ്ലസും കൂടെ ആണെങ്കിൽ മൈനസ് ആണ്, -2bc പിന്നെ എയും സിയും കൂടെ രണ്ടും പ്ലസ് ആണ്, അപ്പോൾ 2ac. അത്രയും വന്നു, റെഡിയായി. ഇനി ഇത് നോക്ക്. A minus B minus C the whole square പ്ലസ് A² പ്ലസ് B² പ്ലസ് C² എല്ലാം പ്ലസ് ആണ് അല്ലേ? പിന്നെ ഇത് രണ്ടും കൂടെ പ്ലസും മൈനസും കൂടെ -2ab പിന്നെ മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് ആകുമല്ലോ, +2bc പിന്നെ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസായി -2ac അല്ലേ? അപ്പോൾ നോക്കിയേ, ഒരു A² ഉണ്ട്, പിന്നെ ഇവിടെ ഒരു A² ഉണ്ട്, ഇവിടെ ഒരു A² ഉണ്ട്. A² പ്ലസ് A² പ്ലസ് A² വരുമ്പോഴേ 3A² ആയി ആണല്ലോ. ഇനി B² പ്ലസ് B² പ്ലസ് B² പ്ലസ് 3B² ആയി, 3B². ഇനി C² നോക്ക്. ഇവിടെ ഒരു C² പ്ലസ് 3C² ഐഡൻറ്റിറ്റി അല്ല, കാര്യം റൈറ്റ് സൈഡ് ഇതേ 2A² ആണ്, നമുക്ക് 3A² കിട്ടി. എന്തായാലും നമുക്കത് എഴുതിയിട്ടേ പറ്റത്തുള്ളൂ. ഇനി നോക്കാം. ഇവിടെ ഒരു +2ab ഉണ്ടായിരുന്നു, ഇവിടെ ഒരു -2b ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടേമും കൂടെ പ്ലസും മൈനസും അങ്ങ് ക്യാൻസൽ ആയായിരുന്നല്ലോ. ഇനി നോക്കിയേ, ഒരു -2bcയും +2bc ഉണ്ടോ നോക്കുന്നത്? വേണ്ട, -2bcയും +2bcയും ക്യാൻസലായി. ഇനി -2acയും
+2ac ഇതുണ്ട് -2ac +2ac ക്യാൻസലായി. പിന്നെന്താ ഉള്ളത്? -2bc ഉണ്ട്. ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. -2bc ഉണ്ട്, -2ab ഉണ്ട് അല്ലേ? ബാക്കിയെല്ലാം ക്യാൻസലായി പോയായിരുന്നല്ലോ. എ ബിയും ബി സിയും എ സി ഉണ്ട്, എ സി പോയി. 2ab പോയി. 2bcയും -2bcയും +2bcയും ക്യാൻസലായി. ഇവിടെ ഒരു -2bc ഉണ്ട്, -2ab ഉണ്ട്. -2bc -2ab ആണ് കിടക്കുന്നത്. -2ac ഉണ്ട്, -2ac ഉണ്ട്. എ സി എവിടെയെങ്കിലും ക്യാൻസലായി പോവോ? ഇല്ല. നോട്ട് ഈക്വൽ ടു RHS. റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ? RHSന് തുല്യം അല്ല. നോട്ട് ഈക്വൽ ടു RHS. Therefore, it is not an identity. It is not an identity. ഐഡൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലെഫ്റ്റും റൈറ്റും ചെയ്യുമ്പോൾ ഒരേ ആൻസറാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്തപ്പോൾ തന്നെ 3a² + 3b² + 3c² ആണ്. അപ്പുറത്ത് +2a² 2b² മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ആൻ ഐഡൻറ്റിറ്റി. അത്രയല്ലേ ഉള്ളൂ. ദാ ഇവിടെ വച്ച് നമ്മുടെ എക്സസൈസ് 4.3 തീർന്നു. ഇനി നമുക്ക് പുതിയ ഐഡൻറ്റിറ്റീസാണ് പഠിക്കേണ്ടത്. ചെയ്ത് പഠിച്ച കൊണ്ട് ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ഇത് മനസ്സിലാകത്തില്ല. ആവർത്തിച്ച് പല പ്രാവശ്യം ഒരു 5 പ്രാവശ്യമെങ്കിലും ഓരോ കണക്കും നിങ്ങൾ ചെയ്ത് തിട്ടമാക്കണം. കാരണം നമുക്ക് അടുത്ത വർഷം 10ലും പിന്നെ അങ്ങോട്ട് പഠിക്കുന്ന കാലത്തൊക്കെ ഈ ഐഡൻറ്റിറ്റീസ് വളരെ പ്രധാനമാണ്. ഐഡൻറ്റിറ്റീസിന് അറിയാമല്ലോ, മാറ്റമില്ലാത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും മാത്സിനകത്ത് എന്നും പെർമനൻ്റ് കിടക്കുന്ന സാധനങ്ങളാണ്. കാര്യമായിട്ട് ചെയ്ത് പഠിച്ചോളുക. ദയവ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വല്ലവരും ഒക്കെ പഠിക്കട്ടെ. നമ്മൾ നല്ലത് ചെയ്താൽ ദൈവം നമുക്ക് നല്ലത് വരുത്തും അല്ലേ? അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുത്തക്ക പോലെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവർക്കും കൂടി ഷെയർ ചെയ്യുക. അവരും പഠിച്ചോട്ടെ. നമ്മൾ ഫുൾ മാർക്കിലേക്ക് പോവുക. മറ്റുള്ളവരും പഠിച്ച് മാർക്ക് മേടിക്കട്ടെ. നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. അവർ പഠിച്ചിട്ടില്ലേ അവർക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് വിടുക. അപ്പോൾ അതുവരേക്കും ബൈ.